കായംകുളം നഗരസഭയിൽ നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാൻ അടക്കമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും വ്യത്യസ്തമായ രീതിയിൽ ഏറ്റുമുട്ടുന്നത് അഴിമതിയിലൂടെ ലഭിച്ച പണം പങ്കുവയ്ക്കുന്നതിനുള്ള ചക്കളത്തി പോരാട്ടമാണെന്ന് DCC ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ AP ഷാജഹാൻ ആരോപിച്ചു. ഭരണത്തിന്റെ അവസാന നാളുകളിലും നടത്തുന്നത് കൊള്ളയാണെന്നും ഷാജഹാൻ പറഞ്ഞു. കായംകുളം നഗരസഭയിൽ നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാൻ അടക്കമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും വ്യത്യസ്തമായ രീതിയിൽ ഏറ്റുമുട്ടുന്നത് അഴിമതിയിലൂടെ ലഭിച്ച പണം പങ്കുവയ്ക്കുന്നതിനുള്ള ചക്കുളത്തി പോരാട്ടമാണെന്ന് DCC ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ AP ഷാജഹാൻ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം ചെയർപേഴ്സന്റെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ വൈസ് ചെയർമാന്റെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയും നേതൃത്വത്തിൽ മറ്റൊരു പത്രസമ്മേളനം നടത്തിയത് ഇതിന്റെ തെളിവാണ്. കായംകുളത്തിന്റെ സമഗ്ര മാലിന്യ സംസ്കരണ പദ്ധതിക്ക് UDFന്റെ ഭരണകാലത്ത് 4 ഏക്കർ സ്ഥലം ഏറ്റെടുക്കുകയും ശുചിത്വ മിഷനിൽ നിന്നും കോടിക്കണക്കിന് രൂപ പദ്ധതി നിർവഹണത്തിനായി നേടിയെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന്റെ മുകളിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി അടയിരുന്ന LDF ഭരണ നേതൃത്വം ഇപ്പോൾ ഉദ്ഘാടനമാമാങ്കം നടത്തുകയാണ്. ഇതിനോടൊപ്പം തന്നെ പല നഗരസഭകളിലും പരാജയപ്പെട്ട ശുചിമുറി മാലിന്യ സംസ്കരണ മൊബൈൽ പദ്ധതി വാഹനം വാങ്ങിച്ചതിന് ലഭിച്ച കമ്മീഷൻ പങ്കുവെക്കുന്നതിൽ ഭരണപക്ഷത്ത് ഭിന്നത ഉണ്ടായി. ഭരണത്തിൻ്റെ അവസാന നാളുകളിലും ഭരണസമിതി കൊള്ളയാണ് നടത്തുന്നതെന്നും ഷാജഹാൻ ആരോപിച്ചു. CDNet ന്യൂസ്, കായംകുളം.